ആക്ച്വലി ലൈവില് ക്ലിയർ ആയിട്ടില്ല, സൗണ്ട് കേട്ടു എന്നുള്ള കാര്യം ശരിയാണ്. ക്ലിയർ ആയിട്ടില്ല ആ ഒരു ഹിറ്റ് എന്താന്നുള്ളത് അത് എപ്പിസോഡിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഷാനവാസും സംസാരിക്കണം. അവിടെ 3 പേരും 3 ക്യാപ്റ്റൻസും വന്നിട്ട് ആ വീട് കുളം തോണ്ടി തന്നെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് നെവിൻ പറയുന്നു, നെവിനും ഇവർ 3 പേരടക്കം 3 ഇഡിയറ്റ്സ് അല്ല, 3 വേസ്റ്റ് പീപ്പിൾസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത് അഭിനയാന്ന് പറഞ്ഞു. അപ്പോൾ നെവിന്റെ ഒക്കെ ഫാമിലിക്കൊക്കെ ഈവൻ ഈ പറഞ്ഞ മാതിരി ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയാൽ അപ്പോഴും അഭിനയാന്ന് പറയുമോ? ക്യാരക്ടറാണ് ഈ പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് നെവിന്റെ ഇടി എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് സംഭവം പോയേക്കണം എന്നുള്ളത്. 1 2 ഓൾറെഡി ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആളാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത്, 1 ഫുഡ് പ്രോപ്പർ അല്ല, 2ാമത് നെവിന്റെ സ്വഭാവത്തിന് ആൾക്ക് നല്ല ടെമ്പർ ഉണ്ട്, പ്രഷർ കൂടിയിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫുഡും കിട്ടിയിട്ടില്ല, ഈ തിരിച്ചടിക്കാൻ അറിയാൻ പോലാണ്ടല്ല ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളൊരു വിഷയം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഹിറ്റും കിട്ടിയിരിക്കുന്ന ഒരു ഹിറ്റ് അത് നമുക്ക് എപ്പിസോഡിൽ ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രഷർ കൂടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ആൾ കുഴഞ്ഞു വീണതായിരിക്കും. ഇപ്പൊ ഡ്രാമ എന്ന് എല്ലാവരും പറഞ്ഞു, അതായത് ഈ 3 പേര് എസ്പെഷ്യലി ഡ്രാമ എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കാണ്. ശരിക്കും പുറത്താക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രഷർ, പാൽപിറ്റേഷൻ, കുഴഞ്ഞു വീഴുക, ഇതൊക്കെ ഓൾറെഡി പേഷ്യന്റ് ആയ ആളുകൾക്ക് മാത്രമേ വരാവുന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അവിടെ ഒരു ആർഗ്യുമെന്റ് നടന്നു, എന്നിട്ട് കുഴഞ്ഞു വീണിട്ട് പോലും ഒരു മൈൻഡ് അതൊരു മനുഷ്യൻ എന്നുള്ളൊരു ഇതുപോലും കൊടുക്കാതെ അത് ആക്ടിങ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഷാനവാസ് ഓൾറെഡി ഒരു സീരിയൽ നടനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചത്. നടൻ അഭിനയം വേറെ, ജീവിതം വേറെ അല്ലേ? ആ മനുഷ്യന് അങ്ങനെ ഒരു പെയിൻ വന്ന് അവിടെ വീഴുന്നുണ്ടെങ്കിൽ അങ്ങനെ അഭിനയിച്ചിട്ട് ഒരു ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ആക്ച്വലി അവിടെ സൗണ്ടും കേട്ടു, പക്ഷെ ഒരു ഹിറ്റ് പ്രോപ്പർലി എനിക്ക് ക്ലിയർ ആയില്ല. ഇവൻ ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദ എപ്പിസോഡ്. അപ്പം ലൈവിൽ വന്നപ്പോഴും എല്ലാവരും ഷാനവാസിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഷാനവാസ് തിരിച്ചു വരില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആള് തിരിച്ചു വരട്ടെ, ആളുടെ ഭയം തന്നെ ഇത് ഫിസിക്കൽ അസോൾട്ടാണ്, നെവിൻ പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ സംസാരം വരൂ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ബിഗ് ബോസിന്റെ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെവിന്റെ കൊമ്പ് കുറച്ച് ഇരുന്നു തോന്നുന്നു. മേ ബി ഇനി വന്നിട്ട് ഒന്ന് കരഞ്ഞ് ഒരു സോറി ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഷാനവാസ് ഇത് പൊറുക്കും, കാരണം ഷാനവാസിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എന്തായാലും ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ എപ്പിസോഡ്.